അപ്പോൾ ഇന്നലെ എപ്പോൾ പോകുന്നു ഇവിടുന്ന്? ഞങ്ങൾ 7 മണി 7 മണിക്ക് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നൈറ്റ് റൈഡ് ചെയ്തോ? ഫുൾ റൈഡ് ചെയ്തോ? എൻ്റെ പേര് പ്രജിത്ത്, ടീം സൈക്കോട്രി ബ്രോ. എൻ്റെ പേര് നന്ദകിഷോർ, ടീം സൈക്കോട്രി. ഓക്കെ. അതെ, ഇവർ ഫുൾ സെറ്റപ്പിലായിട്ട് റൈഡ് ചെയ്യണം. ഇത് നമ്മുടെ റിക്കവറി വാൻ. എന്താ സംഭവം? അപ്പോൾ രാവിലെ തന്നെ വലിയൊരു കയറ്റം ചവിട്ടിക്കൊണ്ടിരിക്കട്ടോ. എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുള്ളിക്കാനം വഴി വാഗമൺ, തൊടുപുഴ കാഞ്ഞാറ് പുള്ളിക്കാനം വാഗമൺ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഞാനുണ്ട്, നമ്മുടെ സ്വന്തം ദേവത്വമുണ്ട്, വേറെ ആരും ഇന്ന് ഇല്ലട്ടോ. ഇന്ന് പെസഹാവ്യാഴം, ഇന്ന് അവധിയായിട്ട് വേറെ ആരും കിട്ടില്ല, ഞങ്ങൾ രണ്ടേ ഉള്ളൂ. ഇവിടെ നേരെ പുള്ളിക്കാനം ചെന്നിട്ട്, പുള്ളിക്കാനം ഒരു 20-25 കിലോമീറ്റർ നമ്മൾ തൊടുപുഴയിൽ നിന്ന് തുടങ്ങിയതാണ്. 5 മണി ആയതിന് ഇപ്പോൾ ജസ്റ്റ് 6 മണി ആയിട്ടുണ്ട്. കാഞ്ഞാറ് കയറി തുടങ്ങിയുള്ളൂ. ജസ്റ്റ് നമ്മൾ ഈ റൂട്ട് സ്ഥിരം പോകുന്നതാണ്, നമ്മുടെ ഇലവീഴ പൂഞ്ചിറയൊക്കെ പോകുന്ന റൂട്ടാട്ടോ. അപ്പം പുള്ളിക്കാലം ചെല്ലുന്നു, അവിടുന്ന് നേരെ വാഗമൺ, അവിടുന്ന് തിരിച്ച് ഇതുവഴി നമ്മൾ വരുന്നില്ല, നമ്മുടെ ഇരാറ്റുപേട്ട തീക്കോയി വഴി അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ്. പിന്നെ പുള്ളിക്കാനത്ത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അറിയാം. ഇന്നലെ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അവരെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണം. അവർ മിക്കവാറും ഈവനിങ് ആവാനുള്ള ചാൻസ്. അപ്പം വഴിക്കേലും വെച്ചൊന്ന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്ലാൻ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തി കേട്ടോ. കാരണം ഇനി നമുക്ക് അവിടെ വരെ നല്ല ക്ലൈമ്പാണല്ലേ. ഇത് നമ്മുടെ പുള്ളിക്കാനം പോകുന്ന വഴിക്കുള്ളൊരു വലിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. നമ്മളിവിടെ നിർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അതേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അവസ്ഥ നോക്കി വറ്റി വരണ്ട് ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. ഭയങ്കര വരൾച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണ്, നല്ല കയറ്റമാണ്. കുറേ വീഡിയോയിൽ ഈ സെയിം റൂട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അധികം കാണിക്കാത്ത കേട്ടോ. അപ്പോൾ അവിടുന്ന് വീണ്ടും നമ്മൾ കുറച്ച് ദൂരം കയറി പോകുന്നു കേട്ടോ. ഇടയ്ക്ക് നിർത്തിയാണ് പോരുന്നത്. വേർത്ത് കുളിച്ചിട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വേർപ്പൊക്കെ നല്ല തണുപ്പായിട്ട് മാറും അല്ലേ. എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഈ റൂട്ടിൽ ഹോട്ടൽ കുറവാണ്, ഞങ്ങളിപ്പം താഴേന്ന് കയറിയിട്ട് ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ എത്ര വലിയ കയറ്റമാണെന്നുണ്ടെങ്കിലും ഒരു തുള്ളി പോലും എന്തേ തള്ളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവതൻ പറപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഒരു കാരണമുണ്ട്. എന്താണ്, ഡിയോറാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തള്ളുമെന്ന് കേട്ടോ. അതൊക്കെ ചവിട്ടി നൈസായിട്ട് അങ്ങ് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ ചവിട്ടിയാൽ അങ്ങനെ മടുക്കില്ല കേട്ടോ. നമ്മൾ ഈ ധൃതി കയറാൻ നിൽക്കുമ്പോഴാണ് അല്ലേ. അന്ന് ഫുഡ് കഴിക്കാൻ എന്താണല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ല. വയറിലൊന്നുമില്ല കേട്ടോ. കുറച്ച് ഈ വെള്ളം കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നന്നായിട്ട് വേർത്ത് വന്നിട്ട് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് വേർക്കുന്നില്ലേ. ഒരുത്തനെ അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ കണ്ടോ, വരരുത് ഏ. ആ അങ്ങനെയൊന്നും വരില്ല. പറയണ്ടല്ലേ, വീട്ടിൽ പോകാം. ബോഗൺവില്ല പൂത്തുന്നുണ്ടോ ഇതിൻ്റെ. നമ്മുടെ പുള്ളിക്കാനത്തൊരു കയറി ചെല്ലുമ്പോഴത്തേനും കാണിച്ചു തരാം കേട്ടോ. ബോഗൺവില്ല നമുക്ക് അടിപൊളിയാണേ. അവിടെ ഒരു എന്തോ വീടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. സമയം 7:30 ആയുള്ളൂ കേട്ടോ. അതെ, അപ്പം തന്നെ അത് വെയിൽ വന്നു. നല്ല വെയിലായി അല്ലേ, നല്ല ചൂടല്ലേ. ഈ ചൂടത്ത് ചവിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് കേട്ടോ. ഇത് പുത്തേടെന്ന് പറഞ്ഞ സ്ഥലമായിട്ടുള്ളൂ. ഇനി ഒരുപാട് ദൂരമുണ്ട് നമുക്ക് പോകാനായിട്ട്. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ചവിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ വെള്ളവും തീരാറായി കുപ്പിയിലെ. അപ്പോൾ അതെ, ഞങ്ങൾ പോകുന്ന വഴിക്കൊരു കാഴ്ച കണ്ടോ കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പ്രത്യേക ടൈപ്പ് ചെടിയാട്ടോ. ഈ പൈനാപ്പിളിൻ്റെ ഒക്കെ ഇല പോലെ. ഇത് കണ്ടോ, ഇതിൽ പൂവുണ്ടായിരിക്കണേ. സംഭവം ഇതാണ്, കോഴിമുട്ടയുടെ തൊണ്ടാട്ടോ. അതിങ്ങനെ ഒരു മുള്ളിൽ ഇറക്കി വെച്ചേക്കുക. ഇത് നൈസാല്ലേ. ഇത് ആരുടെ ഐഡിയ ആണോ? അതിൽ 2 ചെടി നിൽക്കുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. പൈനാപ്പിളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിലും ഇതിൻ്റെയൊക്കെ ഒരു 2-3 ഇരട്ടി വലിപ്പമുണ്ട്. അതൊക്കെ അവിടെയും ചവിട്ടിക്കോട്ടോ, ഒരു വ്യൂ പോയിന്റാ. അപ്പോൾ അതേ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആട്ടോ. വ്യൂ പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വേസ്റ്റ് പോയിന്റ് ആണ്. ഇത് കണ്ടോ, വേസ്റ്റ് ഇട്ടേക്കണം. ബക്കാടി, ബിയർ കുപ്പി, ഫോസ്റ്റേഴ്സ്, ഇതേ ഇല്ലാത്ത എല്ലാ ബ്രാൻഡും ഉണ്ട്. ഇത് എന്തൂരം കൂട്ടിയേക്കണേന്ന് നോക്കി. ഇതുണ്ടോ, അത് നമുക്ക് ഏറ്റവും മല എന്നറിയോ, അത് നമ്മുടെ മൂലമറ്റമല്ലേ, നമ്മുടെ ഇടുക്കിക്ക് പോണ വഴിയാണ്. ആ താഴെ പവർ ഹൗസ്, ആ നാടുകാണി വ്യൂ. ഇവിടെ ശരിക്കും ഒരു ഫോഗി ടൈപ്പ് ആട്ടോ. എന്തോ ഒരു ഫോഗ് കയറി പിടിക്കുക. അതായത് പുകയാണോ എന്നറിയില്ല. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് അത്ര വിഷ്വൽ അത്ര ക്ലാരിറ്റി ഇല്ല. അത് അങ്ങ് കാണുന്നത് അവിടെ നിന്നാട്ടോ. അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു. അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കയറി പോകുന്ന കേട്ടോ. ഇനി ഒരു 3 ഹെയർ പിന്നോടെ ഉണ്ട് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ. കയറ്റോടെ കഴിഞ്ഞാൽ നമ്മൾ നിരപ്പിലെത്തും. നല്ല വെയിലാട്ടോ. അതേസമയം ഒന്നും റെസ്റ്റ് ചെയ്യുന്നില്ല, മാക്സിമം പിടിക്കുക. നമുക്ക് പുള്ളിക്കാനം പെട്ടെന്ന് തന്നെ പിടിക്കണം. സമയം 8:30 അല്ലേ, 8:30. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പിടിക്കാം. എന്താണെന്നാലും ഇത് കഴിക്കാൻ കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഇവിടെ ഈ റെഡായി യെല്ലോ അങ്ങനെ കണ്ടിട്ടില്ല.
ആ അത് മതി, അധികം വേണ്ട. ചെറിയൊരു ചവർപ്പ് കാണും അല്ലേ? ആ ഇത് നട്ട്സ് എടുത്തോ, നമുക്ക് ഈ ഫ്രൂട്ട്സ് ഇത് മാത്രം മതി, അതെടുത്തോ. അത് കൊടുത്താൽ കാശ് കിട്ടണല്ലേ. പൊളി. കഴിച്ചോ, കഴിച്ചത് ഒരു കുഴപ്പമില്ല. ഞാൻ മധുരം കുറവാ, റെഡിനാണ് മധുരം കൂടുതൽ. വേറൊരു സംഭവം കാണിച്ചില്ലേ വന്നേ, വാ കാണിച്ചു വാ. പൊളി സാധനം കേട്ടോ. ആ ജ്യൂസൊക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇത് നോക്കി, ഇതുണ്ടായിരുന്നോ വാഴക്കൊല? നമ്മുടെ ചെറിയ കൊല, അതുകൊണ്ട് എന്ത് ചെറിയ ഉള്ളൂ, പക്ഷെ പഴുത്ത കേട്ടോ. ഓരോ കുറച്ച് വയ്ക്കും. ഒരു ലക്ഷം പൊട്ടോടെ ഉണ്ടെങ്കിൽ അടിക്കുന്നുണ്ട. ഒരു വർഷം പൊട്ടിനാ തയ്യോ. അങ്ങനെ അതിരാ കേട്ടോ, എന്നാൽ കയ്യോ ചെറിയ പറയാം. ഇത് കൊടുത്താൽ പൈസ കിട്ടില്ല, അതുകൊണ്ട് അതല്ലേ ഏതോ ഒരുക്കിയിട്ടങ്ങ് പോവാം. അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതുപോലത്തെ ഒരു 2 റൗണ്ടൊക്കെ കയറിയ നമ്മൾ മേളിലെത്തി. ആ ചവിട്ട് കാണാതെ അങ്ങോട്ട് ഡിയോർ വെച്ചിട്ട് നീക്ക്. ഓ അടുപ്പിച്ച് 2 അല്ലേ? കയറട്ടെ. ചൂടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവലിലാട്ടോ. വണ്ടി വരുന്നുണ്ടോ നോക്കണേ, ആ സൈഡ് പിടിച്ചു. ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ കയറ്റം തൽക്കാലം തീർന്നു കേട്ടോ. ഇനി ഒരു അടിപൊളി ഡൗൺ ഹില്ലാ. വെച്ച് കാച്ചിയാലോ? പിന്നെ ഒന്നും നോക്കണ്ട, ആ കലിപ്പങ്ങ് തീർക്ക്. ചവിട്ടി കയറി വന്നതിൻ്റെ ടോപ്പിലേക്ക് ഇട്ടു. പാ ചക്കയാ, ആനപ്പിണ്ടൻ. പാ ഓ നല്ലൊരു വളവുണ്ട് താഴെ. ഇത് ഇവിടെ ഏത് ഇവിടെയാ? ഏത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴാ? അതെ റോഡ് കാണത്തില്ലായിരുന്നു, ഓർമ്മയുണ്ട്. നോക്കി ഇറങ്ങി വന്നില്ലെങ്കിലേ കണ്ട ഈ വളവ്. ഇതൊരു കാല വളവാട്ടോ, കറക്റ്റ് ഒരു യു ഷേപ്പ് കണ്ടോ? കറക്റ്റ് ഒരു യു ഷേപ്പ് അല്ലേ? അപ്പോൾ നമ്മൾ പുള്ളിക്കാനം ടെറിട്ടറിയിലേക്ക് കയറിയിട്ട്, അതായത് അവിടെ ഒരു ചെറിയൊരു ടൗണ്, അതാണ് പുള്ളിക്കാനം എന്ന് പറയുന്നത്. നമുക്കത് ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. ഒരു ക്ലൈമറ്റൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ച് ആയി, നമുക്ക് നല്ലൊരു തണുപ്പ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, ഞാൻ പറഞ്ഞ ബോഗൺവില്ല അല്ലേ? ഇതാണ് അല്ലേ? ആ നല്ല രസമാണ് കാണാൻ. പൂ മൊത്തം വാടിക്കരിഞ്ഞിരിക്കുന്നത്, കളറ് കുറവാട്ടോ. സെറ്റപ്പ് അല്ലേ? അവിടെ നിർത്തി വേണേൽ ഫോട്ടോ എടുക്കാം. അടിപൊളിയാട്ടോ കാണാൻ. ഓക്കെ, കുറച്ചുകൂടെ കളറുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നരച്ചിരിക്കുന്ന പൂവ്. എന്താ വീടാണോ ഓഫീസാണോ? ഇത് മറ്റേ കണ്ടിട്ടൊരു ഓഫീസായി. ഇവിടെ മൊത്തം ഈ തോട്ടം തൊഴിലാളികളല്ല, അവരുടെ ലയങ്ങളാട്ടോ അതൊക്കെ കാണണേ, അവർ താമസിക്കുന്നത്. മൊത്തം കരിഞ്ഞിരിക്കും കേട്ടോ. കോടയൊക്കെ കണ്ട നൈസ് വൈബ്. അവിടെ ഒരു മൂന്നാറിൻ്റെ ഒക്കെ ഒരു ഫീലില്ലേ ഇത്രയും ഭാഗം കാണുമ്പോൾ?
മരങ്ങളാട്ടോ. പിള്ളേർ നോക്കണം നോക്കി എൻ്റെ അകത്ത് പല ഭാഗത്ത് തേയില വെട്ടിക്കളഞ്ഞേക്കാണോ കരിഞ്ഞിരിക്കുന്നത്. ആ ചേച്ചി തേയില വിളിക്കൊണ്ടിരുന്നത് അല്ലേ ഇവിടെ. അടിപൊളി, നല്ലൊരു തണുത്ത കാറ്റില്ലേ. പുള്ളിക്കാരൻ നല്ല കിടിലൻ സ്പോട്ടാട്ടോ. അപ്പോൾ വാഗമണ്ണ് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്തേക്കരുതേ. വലിയ തിരക്കൊന്നുമില്ല അല്ലേ, തിരക്കില്ല. പിന്നെ ഇവിടെ കാണാൻ എന്താണെന്ന് വെച്ചാൽ തേയിലത്തോട്ടങ്ങൾ, ചെറിയ ചെറിയ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെയാണുള്ളത്. നമ്മളിന്നൊന്ന് റൗണ്ട് അടിക്കുക കേട്ടോ. ഈരാറ്റുപേട്ട വഴി അങ്ങ് ഇറങ്ങി വീട് ചെല്ലും. ഒരു 100 കിലോമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മേളിൽ കിട്ടും ഉറപ്പായിട്ടും. ഒരു വെയിൽ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്കുള്ള റൂട്ടിലേക്ക് കയറി കേട്ടോ. വാഗമണ്ണിന് അങ്ങോട്ട് ആ ഒരു മെയിൻ സ്പോട്ടിലേക്കൊന്നും പോയില്ല കേട്ടോ. ഇതുവഴി ഞങ്ങൾ ഇറങ്ങി നേരെ ഈരാറ്റുപേട്ട അങ്ങ് തിരിച്ച് പോവാം. നല്ലൊരു ഇറക്കം അല്ലേ, നല്ലൊരു ഇറക്കം. ആ നോക്കി പോയാൽ മതി കേട്ടോ, പതുക്കെ പോയാൽ മതി. റൈറ്റ് സൈഡിലൊക്കെ നല്ല അടിപൊളി വ്യൂ അല്ലേ നോക്കേ. മലയെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കണേ. നമ്മുടെ കടുവ പോയിന്റ് തമിഴിൽ നോക്കി ചവിട്ടി അവിടെ ഇറങ്ങാം. ഇതൊക്കെ ആ ഒരു സംഭവം കണ്ടോ, ഒരു കടുവ സിമെൻറ്റിലുണ്ടാക്കി വെച്ചേക്കണം അവിടെ. ഇതൊരു മെയിൻ വ്യൂ പോയിൻ്റാണ്. അതെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. കിഡിലൻ വ്യൂ പോയിൻ്റ് ആട്ടോ. കണ്ടോ റോഡ്, വണ്ടിക്ക് ഇറങ്ങി പോകണ്ടില്ല. നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്ക് കിടക്കണ ഒരു വഴിയാട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ട് കാണാൻ ഒരു വൈബില്ല. നല്ല വെയിലാട്ടോ. അതേ സമയം നമ്മളിവിടുന്ന് നിൽക്കുന്നില്ല. എൻ്റെ അമ്മേ, ഞങ്ങളിങ്ങനെ ഇറങ്ങി. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇതെന്താ വീണോ? അയ്യോ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം റൈഡേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ജിതിൻ അല്ലേ, ദേവദത്ത്, അവരെന്ത് അവരെന്ത്. അപ്പോൾ ഇവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇവർ ക്ലബ്ബ് സൈക്ലോ ട്രിവിയൻസ് അല്ലേ. ഇത് നമ്മുടെ സ്വന്തം ജിതിൻ ബ്രോയാണ്. ബ്രോ പേര് പറഞ്ഞു? ബെൻ ജാക്സൺ, ട്രിവാൻഡ്രം നാഗർകോവിലിൽ നിന്ന്. നമ്മുടെ ദേവത്ത്. ബാക്കി നിങ്ങൾ എത്ര പേരുണ്ട്? 22 പേരാണ്. 22 പേരുണ്ട്. അവർ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക് വാഗമണ്ണ് വരെ. അപ്പോൾ ഇന്നലെ എപ്പോൾ പോകുന്നു ഇവിടുന്ന്? 7 മണിക്ക് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നൈറ്റ് റൈഡ് ചെയ്തോ? ഫുൾ റൈഡ് ചെയ്തോ? ആ അപ്പോൾ ഉറങ്ങിയതില്ലേ? ആ പവർ നാപ്പ് അടിച്ചല്ലേ. അതെ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് പുള്ളിക്കാനത്ത് പോയിട്ട് സ്റ്റേ ചെയ്യാം വാഗമണ്ണ്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാനം വെച്ച് മീറ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ വന്നതാണ്. അപ്പോൾ ഇവർ കുറച്ച് ലേറ്റായി. കാരണം നമുക്ക് തിരിച്ച് വീട്ടിൽ രാത്രിക്ക് പിന്നെ എത്തണമെന്നുണ്ട്, അതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഒന്ന് കാണണമെന്നുണ്ട്. അതിന് പോണ വഴിക്ക് മീറ്റ് ചെയ്തിട്ട്. നിങ്ങൾ അവർ വന്നിട്ടാണ് പോകുള്ളൂ? നിങ്ങൾ ക്ലൈംബ് ചെയ്യണോ? അപ്പം നോക്കണ്ട, വെയിലല്ലേ, റെസ്റ്റ് ചെയ്ത് നിൽക്കണ്ട കേട്ടോ. അതെ ബ്രോയ്ക്ക് ചെറിയൊരു പരിക്ക് വന്ന വഴിക്ക് വീണ കേട്ടോ. അവിടെ ഇവിടെ ചെറിയ പരിക്കുണ്ടല്ലേ. സാരമില്ല, സാരമില്ല, വേറെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് വണ്ടി, മാരിൻ്റെ DSX അല്ലേ. DSX ഏതാ? വണ്ണ്. DSX. ആ ഓക്കെ ഓക്കെ. നമ്മുടെ ട്രക്ക് എമൗണ്ട് ALR6. ഓക്കെ. അപ്പം ഓൾ ദ ബെസ്റ്റ് ടീം സൈക്ലോ ട്രിവിയൻസ്. ഓക്കെ ബ്രോ, ഏതായാലും കണ്ടതിൽ സന്തോഷം കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊടുപുഴ നിങ്ങൾ വെളുപ്പിന് കയറി വന്നത്. അപ്പോൾ ഉള്ള നേരത്തെ ബാക്കിയുള്ളവരൊക്കെ പോയി പിടിക്കട്ടെ. ശരി. ആ നൈസായി. ആ ആയിക്കോട്ടെ, കൊണ്ട്.
അപ്പോൾ നമ്മുടെ ടീംസ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ബ്രോ പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് പ്രജിത്ത്, ടീം സൈക്കോട്രി വേൻസ്. ബ്രോ എൻ്റെ പേര് നന്ദകിഷോർ, ടീം സൈക്ലോട്രി. ഓക്കെ. മൊത്തം ഇനി കുറേ പേര് പറയലുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. ആ ഇങ്ങനെ പോണ വഴിക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടില്ല എന്തായാലും. ജിതിൻ അവർ കുറേ കയറി പോയി മേളിലേക്ക്. ഓക്കെ. അപ്പോൾ ഇവരോട് കുറച്ച് നേരം സംസാരിക്കട്ടെ, ബാക്കിയുള്ളവരെ വഴിക്ക് വെച്ച് ഇതുപോലെ പിടിക്കാം. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ 2 റൈഡേഴ്സ് ഇഞ്ചേർഡ് ആയിട്ടോ, വീണിട്ട് അതും വെച്ച് ചവിട്ടി പോകുന്നുണ്ടോ വെയിലത്ത്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. രമേശ് ചേട്ടൻ അല്ലേ, വൈശാഖ്. ആ ഞങ്ങൾ അവരെ മേളിൽ വെച്ച് കണ്ടു. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു ഇങ്ങനെയൊരു പ്രായം പറഞ്ഞതിന് കുഴപ്പമുണ്ടോ വീഡിയോയിൽ? ഒരു 75 വയസ്സുള്ള ഒരു ചേട്ടൻ വരുന്നുണ്ട്, മസ്റ്റായിട്ട് മീറ്റ് ചെയ്തിട്ട് വേണം. ഞങ്ങൾ തൊടുപുഴ, വീട് തൊടുപുഴ, ആളുടെ വീട് കോതമംഗലം. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പുള്ളിക്കാനം വഴി കയറാം. ജിതിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ജിതിൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വരും. അപ്പോൾ നിങ്ങളെ ഒന്ന് വൈശാഖ്. അപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും കുറേ സ്പ്ലിറ്റ് ആയിപ്പോയി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. എനിക്ക് വെള്ളം തന്നെ കുടിച്ചോ? ആ അതെ അല്ലേ? ഓക്കെ. അപ്പം ഈ ബാക്കിയുള്ളവരൊക്കെ ഒത്തിരി പുറകിലായിരിക്കും. ഓക്കെ. പേരൊന്ന് പറഞ്ഞു കേട്ടോ. അമൽ. ഓക്കെ. എല്ലാവരും ട്രിവാൻഡ്രത്ത് തന്നെ വീട് അല്ലേ? ഓക്കെ. ശരി. ബാക്കിയുള്ളവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ട് നേരെ പിടിക്കാം. അപ്പോൾ അതെ ബാക്കി കുറച്ച് പേരുടെ ഞങ്ങൾ വഴി വെച്ച് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് അത് എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി ഓഫ് ആയി പോകും. ഞങ്ങളത് തെറിച്ചോളാം. ഗിരീഷ്, സുമേഷ്, ഓക്കെ, ബിനോയ്. ഇത് ഇവിടെ 2 പേരുടെ അനുകുമാർ. ഓക്കെ. അവിടെ നിന്ന് ഒരു കേൾക്കാലോ. ഇങ്ങ് വാ. അവിടെ കിടക്കുവാണോ? അതെയോ? എന്നാൽ നമ്മൾ അങ്ങോട്ട് വരാം. ഇവര് ഫുൾ സെറ്റപ്പിലായിട്ട് റൈഡ് ചെയ്യണം. ഇത് നമ്മുടെ റിക്കവറി വാൻ. എന്താ സംഭവം? സിലുറോ ഫുൾ സെറ്റപ്പ്. എന്നാൽ ഞങ്ങൾ തിരിച്ചോട്ടെ. ഞങ്ങൾക്ക് രാത്രി ആകുമ്പോഴത്തേനും വീട്ടിൽ കയറി പറ്റാം. നിങ്ങൾ പതുക്കെ ചെല്ലേ. അപ്പോൾ വെയിലൊക്കെ മാറും. നൈസായിട്ട് ചോട്ടെ. ഓക്കെ. അപ്പം ഓക്കെ. ശരി എന്നാൽ ബൈ. ഓക്കെ. ബൈ. അപ്പോൾ ശരി വിട്ടു. കാണാം. അപ്പോൾ അതെ ഞങ്ങൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ഈരാറ്റുമായിട്ട് എത്തി കേട്ടോ. ഇവിടെ ദേവദത്തം പഠിച്ചൊരു കോളേജ് ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ്. അവിടെ പോയി നിൽക്കാൻ കാല് കുത്താൻ പറ്റില്ല, അതുപോലെ പൊരി വെയിലാട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നല്ലപോലെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ചവിട്ടാൻ പറ്റാതെ കാലൊക്കെ പുകഞ്ഞ് ആവി വരും കേട്ടോ. അത്രയും ചൂടാട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.